ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് കലാത്തിയ പ്ലാന്റിൻ്റെ റീപോർട്ടിംഗ് ആണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു കലാത്തിയ പ്ലാന്റ് പിൻട്രസ്റ്റ് കലാത്തിയാണ്. അപ്പം നമ്മൾ അതിനൊന്ന് പോട്ട് മാറ്റി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണ് ഇത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നല്ലൊരു പോട്ടിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കലാത്തിയൻ്റെ വേറൊരു കളക്ഷനാണ്. 2 ദിവസം മുന്നേ നമ്മൾ റീപോർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഏകദേശം നല്ലോണം ഹെൽത്തി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കുറച്ച് കലാത്തിയ വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കലാത്തിയൻ്റെ വേറൊരു ടൈപ്പാണ്. നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ഗ്രീന് ആഷ് ടച്ച് വരുന്നൊരു ലീഫാണ്. അതിൻ്റെ ഉള്ളിലായിട്ടൊരു ലാവൻഡർ ഷെയ്ഡും ഉണ്ട് പുറമേ ഭാഗത്ത്. അപ്പം ഇൻഡോറായിട്ട് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് കലാത്തിയ വേറൊരു ചെടിയാണ്. ഇത് നമ്മൾ ഇന്നിപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കലാത്തിയ എപ്പോഴും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ലീഫിൻ്റെ ഭംഗിയുണ്ട് നമുക്ക് വീടിൻ്റെ ഏതൊരു കോണിൽ വെച്ചാലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്നൊരു ഫ്ലവറും കൂടിയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ നല്ലൊരു കഷ്ണം എടുത്തിട്ട് റീപോർട്ട് ചെയ്യാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ചെടി ഒന്ന് റീപോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. 1-2 വർഷമായി ഈ ഒരു പോട്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഇതിനൊരു വൈറ്റ് കളറുള്ള പൂവുണ്ട്. അപ്പോൾ കലാത്തിയയിൽ പൂവിടുന്നൊരു ടൈപ്പ് കലാത്തിയ കൂടിയാണ്. ഇത് കലാത്തിയ സെബ്രിയാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും പണ്ട് മുതലേ കാണുന്നൊരു കലാത്തിയ ചെടിയും കൂടിയാണ്. നല്ലൊരു ഡാർക്കും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാണാൻ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഇൻഡയറക്റ്റ് ഷെയ്ഡ് കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഡയറക്റ്റ് വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ ചെടിയിൽ നമുക്ക് ഈ ഇലയിലെ വേരിയേഷൻസ് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പുള്ള ഒരു കലാത്തിയാണ്. ഇതിൻ്റെ ആ ഒരു സ്ട്രൈപ്പ് ശ്രദ്ധിച്ചാലറിയാം. വെയിലടിക്കുന്ന ഭാഗത്തൊക്കെ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. എന്നാൽ അധികം വെയിൽ തട്ടാത്ത ഒരു ഷെയ്ഡ് നിറഞ്ഞ സ്ഥലത്ത് ഒരു പിങ്ക് കളറിലാണ് ഇതിൻ്റെ ലൈന് വരുന്നത്. നമ്മൾ ഈ ഒരു പോട്ടിലേക്കാട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റ് മാറ്റി നടുന്നത്. അതിനായിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഗാർഡനിങ് സോയിൽ, അതുപോലെ തന്നെ കൊക്കോപ്പീറ്റ് ഇല്ലാത്തവർക്ക് ചകിരിത്തുണ്ടിടാം. നമ്മൾ ചകിരി കഷ്ണമാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളൊരു പോട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതം ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ചകിരിച്ചണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കടകളിൽ നമുക്ക് കൊക്കോപ്പീറ്റ് മേടിക്കാനൊക്കെ കിട്ടും. അങ്ങനെ ആയാലും മതി. വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോട്ടിൽ ഈ 2 പോട്ടിൽ നിന്നുള്ള ഒരു തൈകൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോട്ടിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട്. എടുത്തുമ്പോൾ നമുക്കിപ്പോൾ തന്നെ കാണാൻ കഴിയുന്ന ഒരുപാട് വേരുകളുണ്ട്. അതന്നെ തിങ്ങി നിറഞ്ഞിട്ട് തന്നെ 1-2 തൈകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉണങ്ങി കിടക്കുന്ന ലീഫുകളും അതുപോലെ തന്നെ ഇതിൻ്റെ പഴയ മണ്ണൊക്കെ ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുതിയൊരു പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് ഈ പോട്ടിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തൈയൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും പോട്ട് മൊത്തത്തിൽ മാറ്റുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ ഒരു പോട്ടൊന്നും ഇതുപോലെ തന്നെ നമ്മൾ ചെടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഉണങ്ങിയ പഴയ ലീഫുകളൊക്കെ മാറ്റി അതുപോലെ തന്നെ പഴയ മണ്ണൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെടി ഒന്ന് ഹെൽത്തി ആക്കിയിട്ട് നമ്മൾ ഈ ഒരു പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇല നോക്കിയാൽ തന്നെ അറിയാം. ഇതിൻ്റെ പുറകിൽ വശത്ത് നല്ലൊരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. മുന്നിലായിട്ട് ഇതുപോലെ തന്നെ ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള സ്ട്രൈപ്പും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ 2 പോട്ടൊന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമ്മൾ ഈ ഒരൊറ്റ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല വലിയ പോട്ടാണ്. ബാക്കി ഭാഗത്തും കൂടി നമുക്ക് നമ്മളെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പോട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ വലിയ പോട്ടിൽ നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ നമ്മളെ വീടിൻ്റെ ഏതൊരു ഭാഗത്തും വെക്കാം. ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നൊരു ഷെയ്ഡിൽ നമുക്ക് പ്ലേസ് ചെയ്താൽ മതി. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് പോട്ടിന് ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴത്തൊരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി ഇൻഡോറായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പോട്ട് ഒന്ന് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വെക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ
ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോൺസൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.